ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 10ാം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതികവിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത, സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMCയുടെ 10ാം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു. IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology, but the depth of its effect. വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോവാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEBയുടെ ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ ഓഗസ്റ്റ് 6-ന് തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEBയുടെ ആവശ്യം. ഹൈ ടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 6-ന് തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു. अच्छा हुआ क्योंकि हमारे देश के लिए मेडल आया है, क्योंकि जिस हिसाब से हम प्रैक्टिस कर रहे हैं कोच को खुशी है और जितने भी हमारे जो सपोर्ट कर रहे हैं. कॉन्फिडेंस तो ये है बाहर के जितने एथलीट हैं उनके साथ कंपटीशन कर रहे हैं. हम मेडल जीते किस हिसाब से वो कंपटीशन कर रहे हैं हमारे से. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.
ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.